ഉദ്ഘാടനം നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായല്ലോ. ഉദ്ഘാടനം നടത്തുകയല്ല, പണി പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഒഫീഷ്യലായിട്ട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒന്ന് കാണുക, അത് സാക്ഷ്യം വഹിക്കുക, അത് മാത്രമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ ഒരു ഉദ്ഘാടനം വേണമെങ്കിൽ നടത്താം. നമുക്കൊരു ഉദ്ഘാടനമൊക്കെ നടത്തി കുറേ ആൾക്കാരെ കൂട്ടി ഒരു വാർത്തയൊക്കെ സൃഷ്ടിക്കാം. അത്തരം കാര്യങ്ങളൊന്നും ഒരു താല്പര്യവുമില്ല. എത്രയോ വർഷങ്ങൾ 2016 അല്ലെങ്കിൽ 2017 പണി പൂർത്തീകരിക്കേണ്ട ഒരു പാലമായിരുന്നു. പല പല കാരണങ്ങൾ ആ തടസ്സപ്പെട്ട് നിന്നു. പക്ഷെ പിന്നീട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടായിരുന്നു. അതിനെ ബന്ധപ്പെട്ട ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായും കരാറുകാരുമായും ഒക്കെ നിരന്തരമായി ബന്ധം പുലർത്തി അവർക്ക് ഉള്ള ആശങ്കകളൊക്കെ അകറ്റി പണി പുനരാരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്താണ് ഇന്ന് ഈ പണി ഇവിടെ പുനരാരംഭിക്കുന്നത്. അതുകൊണ്ട് ഉദ്ഘാടനത്തിൽ വിശ്വസിക്കുന്നില്ല. ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു വർഷം കഴിഞ്ഞ് ഈ പാലം പണി പൂർണ്ണമായി പൂർത്തീകരിച്ച് നാട്ടിലെ ജനങ്ങളെല്ലാം, കാരണം ജനങ്ങളുടെ ഒരു വലിയ ചിരകാല സ്വപ്നമാണല്ലോ ഈ പാലം, അതുകൊണ്ട് ജനങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തി അവിടെയുള്ള സാന്നിധ്യത്തിൽ ഒരു ഉദ്ഘാടനം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എല്ലാവരുടെയും പ്രാർത്ഥന അതിനൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, 3 തവണ ഉദ്ഘാടനം ചെയ്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. അതൊക്കെ ഓരോ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഉദ്ഘാടനം ചെയ്യുക. അവരുടെയും പ്രതീക്ഷ ഒരു പക്ഷേ ഇത് പൂർത്തീകരിക്കാവുന്ന ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് എല്ലാവരുടെ സഹായം വേണം. നമുക്കിത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. നമുക്കല്ലാതെ ഇതിനൊരു പ്രത്യേക ഖ്യാതി നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ ആവശ്യം അതൊന്നുമില്ല. പാലം പണി പൂർത്തീകരിക്കണം. പാലമാണ് നാടിന് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം. അതിന് ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അതിന് മുന്നേ നിൽക്കുക, അതിന് നേതൃത്വം കൊടുക്കുക, അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് നിൽക്കുക, ജനസേവകരായി നിൽക്കുക. അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു പാലം നിർമ്മിച്ചു അല്ലെങ്കിൽ അതിൻ്റെ മുൻകൈ എടുത്തു, അതിൻ്റെ പേരിൽ നമുക്കൊരു പ്രത്യേകമായ അംഗീകാരം, അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ പണി പൂർത്തീകരിക്കണം, അതിനെല്ലാവരുടെയും സഹായം വേണം. അത് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇതിന് ഇനിയിപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. വളരെ നേരത്തെ നമ്മൾ ഇതിൻ്റെ പാലവുമായി ബന്ധപ്പെട്ടുള്ള സമീപന റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പ് അതിനെ അക്വിസിഷൻ നടത്തി അക്വയർ ചെയ്ത് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ അതിന് പണം അനുവദിച്ചു കൊടുത്ത് ആ നടപടിയെല്ലാം പൂർത്തീകരിച്ചു. അവിടെ അളന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ടു. ചില സ്ഥലങ്ങളിൽ ചില കല്ലൊന്നും കാണാനില്ല. ആ കല്ലൊക്കെ PWD റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരുമായി കൂട്ടായി യോജിച്ച് അതെല്ലാം പുനഃസ്ഥാപിച്ച് ലൈനും ലെങ്തും ഒക്കെ എടുത്ത് ഈ പണി ഉടൻ തന്നെ നടക്കും. പക്ഷേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളെല്ലാവരും ഇതുമായി സഹകരിക്കണം. ഇത് സ്ഥലം ഏറ്റെടുത്ത വ്യക്തികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, അവരെല്ലാവരും സഹകരിക്കണം. കാരണം ഇതുമായി എന്തെങ്കിലും തടസ്സം ഏതെങ്കിലും ഭാഗത്തുണ്ടായാൽ എല്ലാവരുടെയും ഒരു വിശാലമായ മനസ്സോടുകൂടി ഈ പാലം പണി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് മുൻപോട്ട് വെക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. ഇപ്പോൾ അറിയാം, നദിയിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് നദിക്ക് അകത്തുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രയാസമാണ്. ഒരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും വെള്ളം വലിയും. പിന്നെ ഇരു കരകളിലുമുള്ള പ്രവർത്തനം ആരംഭിക്കും. റോഡിന് നിർമ്മാണമാണ് ആദ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്, അതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. ഇപ്പോൾ ഈ വഴി ഈ കാടക്കരകളൊക്കെ അതെല്ലാം റെഡിയാക്കി ഈ കമ്പികളിലൊക്കെ ചില തുരുമ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി പ്രാരംഭ പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്.